മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരാൻ ചില ഗുരുക്കന്മാരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പല സിംഗേഴ്സും. അങ്ങനെ ശ്രേയനെ ഹെൽപ്പ് ചെയ്തത് ആരായിരിക്കും? എനിക്കിപ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യം ഞാൻ പറയാം എം ജെ അങ്കിളുടെ പേരാണ്, എം ജയചന്ദ്രൻ. അങ്കിളാണ് എൻ്റെ ആ റിയാലിറ്റി ഷോ മുതലേ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് അങ്കിൾ കുറേ പാട്ടുകൾ എനിക്ക് തന്നിട്ടുണ്ട്. എന്നാലും അങ്കിളുടെ റെക്കോർഡിങ് എനിക്ക് പേടിയാണ് ഇപ്പോഴും എനിക്ക്. കാരണം ചീത്ത കേൾക്കാറുണ്ട്, ശ്രേയക്കുട്ടി അങ്ങനെയല്ല പാടേണ്ടത് അങ്കിൾ ദേഷ്യത്തോടെ പറയാറുണ്ട്, ചീത്ത കേൾക്കാറുണ്ട്, ചിലപ്പോൾ വിഷമം വരാറുണ്ട്. പക്ഷേ ഔട്ട്പുട്ട് വരുന്ന സാധനം അടിപൊളിയായിരിക്കും. അപ്പം എം ജെ അങ്കിളടുത്ത് എത്ര പരിചയം ഉണ്ടെങ്കിലും എത്ര അങ്കിളായിട്ട് ക്ലോസ് ആണെങ്കിലും എപ്പോൾ അങ്കിളെ കാണാമെന്ന് ഒരു പേടിയാണ് എനിക്ക്. അയ്യോ ദൈവമേ, അങ്ങനത്തെ ഒരു സാധനം എനിക്കുണ്ട്. പക്ഷേ ആ ഒരു പേടിയോ അല്ലെങ്കിൽ റെസ്പെക്റ്റ് ഇല്ല എന്നല്ല, പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഫ്രണ്ട്ലിയാണ് ഞാൻ ഗോപിയങ്കിളായിട്ട്. ഗോപിയങ്കിളാണെങ്കിലും ബാക്കി മ്യൂസിക് ഡയറക്ടേഴ്സ് ആണെങ്കിലും, പക്ഷെ ഗോപിയങ്കിളായിട്ടാണെങ്കിൽ കുറച്ചും കൂടി കൂട്ട് അതെ ഫ്രണ്ട്ലിയാണ്.